മലപ്പുറം വാളാഞ്ചേരി കാവുംപുറത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് നടന്ന വൻ ലഹരിവേട്ടയിൽ തിമിംഗല ഛർദി അടക്കം വൻ ലഹരി ശേഖരം പിടികൂടി വാളാഞ്ചേരി പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന മിന്നൽ പരിശോധനയിലാണ് 43 ഗ്രാം MDMA-യും 4 കിലോഗ്രാമിലധികം കഞ്ചാവും അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന 3 കിലോഗ്രാം തിമിംഗല ഛർദി എന്നിവ കണ്ടെടുത്തത്. സംഭവത്തിൽ ലക്ഷദ്വീപ് സ്വദേശി അടക്കം 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ പോലും അത്ഭുതപ്പെടുത്തിയത് അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന 3 കിലോഗ്രാം തിമിംഗല ഛർദിയുടെ സാന്നിധ്യമായിരുന്നു. രാസലഹരികൾക്കും കഞ്ചാവിനും പുറമെ അപൂർവവും നിരോധിതവുമായ വന്യജീവി ഉൽപ്പന്നങ്ങളും കൈമാറ്റം ചെയ്യുന്ന താവളമാക്കി ഈ വാടക വീട് പ്രവർത്തിച്ചിരുന്നു. പരിസരവാസികൾക്കോ അയൽപ്പക്കത്തുള്ളവർക്കോ സംശയം തോന്നാത്ത രീതിയിൽ തികച്ചും സാധാരണക്കാരെന്ന വ്യാജേനയാണ് സംഘം ഇവിടെ താമസം ഉറപ്പിച്ചിരുന്നത്. വിദേശത്തെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ട് ലഹരി വസ്തുക്കൾ ചില്ലറ വിൽപ്പന നടത്തിയിരുന്നതിന്റെയും മറ്റ് ജില്ലകളിലേക്ക് കടത്താൻ സൂക്ഷിച്ചതിന്റെയും നിർണായക തെളിവുകൾ പോലീസിന് റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. വാളാഞ്ചേരി കാവുംപുറത്തെ വാടക വീട്ടിൽ നടന്ന റെയ്ഡിന് പിന്നാലെ ലഹരി വ്യാപാരത്തിന്റെ പ്രധാന കണ്ണികളായ 3 പേരെയാണ് പോലീസ് ഉടനടി കസ്റ്റഡിയിലെടുത്തത്. രണ്ടത്താണി സ്വദേശി കല്ലൻ നാസർ, ലക്ഷദ്വീപ് സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, ഹുസ്നി മുബാറക് എന്നിവരാണ് കേസിൽ പിടിയിലായ പ്രതികൾ. കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ 3 ചേർന്നാണ് കാവുംപുറത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വന്നിരുന്നത്. സാധാരണ നിവാസികളെന്ന വ്യാജേന താമസിച്ചു വന്ന ഇവർ വാടക വീട്ടിലെ മറവിൽ വൻ ലഹരി ശൃംഖല തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. വളാഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാരെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടിട്ടാണ് ഇവർ MDMA-യും കഞ്ചാവും ചില്ലറ വിൽപ്പന നടത്തിയിരുന്നത്. കേസിൽ ലക്ഷദ്വീപ് സ്വദേശികളുടെ പങ്കാളിത്തവും 3 കിലോഗ്രാം തിമിംഗല ഛർദിയുടെ സാന്നിധ്യവും കണ്ടെത്തിയത് അന്വേഷണത്തിന് പുതിയ മാനങ്ങൾ നൽകുന്നുണ്ട്. കടൽമാർഗം അപൂർവവും നിരോധിതവുമായ വന്യജീവി ഉൽപ്പന്നങ്ങൾ കടത്തുന്ന വൻ അന്തർ സംസ്ഥാനം അല്ലെങ്കിൽ അന്താരാഷ്ട്ര റാക്കറ്റുകളുമായി പ്രതികൾക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. നിലവിൽ കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും വാളാഞ്ചേരി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. പ്രതികളുടെ ഫോൺ കോളുകൾ, ഡിജിറ്റൽ തെളിവുകൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന അന്വേഷണത്തിലൂടെ ലഹരി റാക്കറ്റിലെ മറ്റു പ്രധാനികളിലേക്ക് എത്തിയേക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെയും തിമിംഗല ഛർദിയുടെയും യഥാർത്ഥ ഉറവിടം എവിടെ നിന്നാണെന്ന് കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. ലക്ഷദ്വീപിൽ നിന്നടക്കം കടത്തിക്കൊണ്ടുവന്നതാണോ തിമിംഗല ഛർദി എന്നും ഇതിനു പിന്നിൽ വൻ അന്താരാഷ്ട്ര കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നും വാളാഞ്ചേരി പോലീസ് അന്വേഷിച്ചു വരികയാണ്. കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ചോദ്യം ചെയ്യുന്നതും തുടരുകയാണ്. ഇവർക്ക് ലഹരി സാമഗ്രികൾ എത്തിച്ചു നൽകിയ പ്രധാന വിതരണക്കാരെക്കുറിച്ചും സാമ്പത്തിക കൈമാറ്റങ്ങളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രാദേശിക കണ്ണികളും ലഹരി ശൃംഖലകളും ഉൾപ്പെടുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട്. വാളാഞ്ചേരി കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾക്കെതിരെ പരിശോധന ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിന്റെ ഈ നിർണായക നടപടി.